ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. കഴിഞ്ഞ ദിവസം എക്സ്പോണൻറ്റിയേഷൻ പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞൊരു ടോപ്പിക്കായിരുന്നു പവർ 2 ആണെങ്കിൽ അത് നമ്മൾ സ്ക്വയർ എന്ന് പറയും. അപ്പോൾ ഓരോ നമ്പറിൻ്റെയും സ്ക്വയർ വരുമ്പോൾ അതിൽ എന്തൊക്കെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, വളരെ കുറച്ച് പോയിന്റുകളുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമുക്ക് ചോദിക്കുകയാണ് 9 സ്ക്വയർ എത്രയാണ്. ഓക്കെ, അപ്പോൾ 9 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്ത് 2 ടൈംസ്. അപ്പോൾ ഇത് 81 നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ബേസിക് കണ്ടന്റ് എന്ന് പറയുന്നത്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ 2 ടൈംസ് മൾട്ടിപ്ലൈ, അത്രേ ഉള്ളൂ. ഇനി ഒരു ഫ്രാക്ഷൻ ആണെങ്കിലോ പറഞ്ഞു 2 ആ പവർ ബാധകമാണ്. അപ്പോൾ 1/9 വരും. ഓക്കെ, മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് എടുക്കുക. ഓക്കെ, 9/9 അതാണ് ഫ്രാക്ഷൻ്റെ കേസിൽ. ഇനി ഡെസിമൽ വരുവാണെങ്കിലോ 2 വഴി പറഞ്ഞിരുന്നു. ഒന്നെങ്കിൽ സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക, അവിടെ ഡെസിമൽ പോയിന്റ് ഇല്ല എന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ബാക്കിൽ നിന്ന് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അതൊരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയിട്ട് ചെയ്യുക. ഏതാണെന്ന് നമുക്ക് രണ്ടും നോക്കാം. ഇത് ചെയ്യുമ്പോൾ 0.1 × 0.1. അപ്പോൾ 1 × 1 ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ പോയിന്റ് 2 ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 0.1നെ 1/10 എന്ന് എഴുതാം. 1/10 സ്ക്വയർ. അപ്പോൾ 1/100 അതിന് നമുക്ക് 0.01 എന്ന് എഴുതാം. അപ്പോൾ 2 രീതിയിൽ അങ്ങനെ എഴുതാം. ഇനി വരുന്ന ഒരു റൂളാണ് x² y² = xy². ഓക്കെ, അതായത് x² y² മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് പറയുന്നത് എക്സും വൈയും കൂടി കൊടുത്തിട്ട് 2ൻ്റെയും കൂടി കോമൺ ഒരു സ്ക്വയർ കൊടുക്കുന്നതിന് ഈക്വൽ ആണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. 5² × 8². അപ്പോൾ എന്ത് ചെയ്താൽ മതി? ബേസ് നമ്പേഴ്സ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഹോൾ സ്ക്വയർ ഇട്ടാൽ മതി. അത് 1600 ഈക്വൽ ആയിരിക്കും. ഒരു സിമ്പിൾ റൂളാണ്. പിന്നെ വരുന്നത് ട്രയാങ്കുലർ നമ്പർ ആൻഡ് സ്ക്വയർ നമ്പർ. ട്രയാങ്കിൾ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ് ട്രയാങ്കുലർ നമ്പേഴ്സ്. ഓക്കെ, ട്രയാങ്കിൾ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ, അതാണ് ട്രയാങ്കുലർ നമ്പേഴ്സ് 1, 3, 6. ഓക്കെ, അതെന്ന് പറയുന്നത് കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എടുത്താൽ അതായിരിക്കും ട്രയാങ്കുലർ നമ്പേഴ്സ്. സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കും സ്ക്വയർ നമ്പേഴ്സ്. ഓക്കെ, അതെന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, 1, 4, 9 എക്സെട്ര അതാണ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് 1 അവസാനിക്കുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണണം. ഓക്കെ, 21ൻ്റെ സ്ക്വയർ കാണണം എന്നിരിക്കട്ടെ. അത് കാണാൻ നമുക്ക് ഗുണിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഇതിന് തൊട്ട് മുൻപത്തെ നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക, ഒപ്പം അതും അതിന് മുന്നത്തെ നമ്പറും കൂടി കൂട്ടുക. ഓക്കെ, അതായത് ഇതിന് തൊട്ട് മുമ്പത്തെ നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക, ആ നമ്പറും ഇതും കൂടി കൂട്ടുക. അപ്പോൾ വെച്ചിട്ട് 400, 41, 441. ഇപ്പോൾ 101ൻ്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് തൊട്ട് മുമ്പത്തെ നമ്പർ സ്ക്വയർ, അത് പ്ലസ് അടുത്ത നമ്പർ. അപ്പോൾ 40 വരും, പ്ലസ് 201. ഓക്കെ, എങ്ങനെ വരും? 10201 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ആ രീതിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു റൂളാണ്. ഇനി സീറോസിൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ ഇത് കാണാൻ അത് സിമ്പിൾ ട്രിക്കാണ്. ഇപ്പോൾ 20യുടെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 20 × 20 ആണ്. അപ്പോൾ ആദ്യം 2 × 2 4 എഴുതുക. 0 സ്ക്വയർ, 0 2 ആണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ 400. അങ്ങനത്തെ ഒരു ലോജിക്കൽ ട്രിക്കാണ്. ഇപ്പോൾ 10 സ്ക്വയർ ആണ് എടുക്കുന്നതെങ്കിൽ 1 × 1 1, 2 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, അതൊക്കെ ഒരു ബേസിക് ഓപ്പറേഷൻ എന്ന് പറയാവുന്ന ഒരു കാര്യമാണ്. ഇനിയാണ് ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, ഒരു ഇങ്ങനത്തെ ഒരു ചിഹ്നമാണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. പല കുട്ടികൾക്കും ഒരു പേടിയാണ് ഇത്. മിക്കവർക്കും വളരെ എളുപ്പമാണ്, പക്ഷെ എന്നാലും മിക്കവർക്കും അത് ആദ്യമേ തന്നെ അപ്പം തന്നെ വിട്ടുപോകുന്നത് കൊണ്ട് ഒരു പേടിയുണ്ടാകും. പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ സ്ക്വയർ റൂട്ട് എന്താണെന്ന് പരിശോധിക്കാം. സ്ക്വയർ റൂട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് 2 ഈക്വൽ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ നമ്മൾക്ക് ഇപ്പം കിട്ടിയ നമ്പർ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ റൂട്ട് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്ക്വയർ ഷേപ്പ് ഗ്രൗണ്ടിൻ്റെ ഏരിയ 81 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ സൈഡ് എത്രയാണെന്നാണ് ചോദ്യം. ഏത് 2 ഈക്വൽ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ 81 കിട്ടും. അപ്പോൾ നമ്മളവിടെ √81 എടുക്കും.
ഓക്കെ, നമുക്കറിയാം 9 നമ്മൾ 1 തൊട്ട് 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 തൊട്ട് 10 വരെയുള്ളതൊക്കെ പറയാൻ പറ്റും. √1 1 ആണ്, √4 2 ആണ്, √9 3 ആണ്, അങ്ങനെ പറയാൻ പറ്റും. അല്ല, നമുക്കൊരു വലിയ നമ്പറൊക്കെ തരുവാണെന്നിരിക്കട്ടെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾക്ക് ഈ വീഡിയോയുടെ ഇപ്പം തന്നെ അതിൻ്റെ ട്രിക്കും പറയുന്നുണ്ട്. അപ്പോൾ √81 എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ റൂട്ട് വഴി ചെക്ക് ചെയ്യുന്നത്. x² ആണ് 81 എങ്കിൽ എക്സ് എന്ന് പറയുന്നത് √81 ആയിരിക്കും. എക്സിനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മിക്കവാറും സ്കൂളിൽ ചോദിക്കുന്ന ചോദ്യം. ഏരിയ ഓഫ് എ സ്ക്വയർ ഇത്ര തന്നു, അപ്പോൾ സൈഡ് എത്രയാണ്, അതാണ് മിക്കവാറും ചോദിക്കാറുള്ള ചോദ്യം. സിമ്പിളാണ്, അപ്പം തന്നെ എൻ്റെ റൂട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ റൂട്ട് എടുക്കുന്നത് ഏത് 2 ഈക്വൽ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ ആ നമ്പർ കിട്ടും, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊരു 10 വരെയുള്ള അല്ലെ 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ അറിയാമെങ്കിൽ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ആ നമ്പർ തന്നെ എടുത്താൽ മതി. ഇപ്പം 225ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 15 × 15 ആണ്, അപ്പോൾ 15 പെട്ടെന്ന് കിട്ടും. അതൊക്കെ നമുക്ക് പഠിച്ച് വെച്ചാൽ നല്ല ഉപകാരമുള്ളതാണ്. പക്ഷേ ഒരു 20-ന് മേലെ പോകുന്ന എക്സീഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സിന് നമുക്കത് കാണാതെ പഠിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ നമ്പേഴ്സിനെ റൂട്ട് എങ്ങനെയാണ് കാണുന്നതെന്ന് ചെയ്യാനുള്ള ട്രിക്കാണ് ഇപ്പോൾ പറയുന്നത്. 441ൻ്റെ റൂട്ട്. ഓക്കെ, അതെങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതിന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് അറിയാമല്ലോ, പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ 3 വെച്ച് ചെയ്തു, അപ്പോൾ 1 തവണ പോയി, ബാക്കി 1 ഉണ്ട്. 4 തവണ പോയി, ബാക്കി 2 ഉണ്ട്. 2 ഉണ്ട്, അപ്പോൾ 7 തവണ പോകും. ഓക്കെ, അപ്പോൾ ഇത് എത്ര തവണ പോകും? 7 തവണ പോകും. അപ്പോൾ എത്ര കിട്ടും? 21. 21നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 7. 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. ഓക്കെ, അപ്പോൾ നമുക്ക് 3 × 3 × 7 × 7 റൂട്ട് എന്ന് കിട്ടും. ഓക്കെ, ലാസ്റ്റ് 1 വരെ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതി നിർത്താൻ. ഇനിയാണ് സിമ്പിൾ ട്രിക്ക്. ഇവിടെ എത്ര 3 ഉണ്ട്? 2 3 ഉണ്ട്. അപ്പോൾ 2 3 ഉള്ളപ്പോൾ അതിന് പകുതി എടുക്കുക, ഒരു 3 എടുക്കുക, അതെടുക്കുക ഇൻറ്റു ഇവിടെ 2 7 ഇല്ലേ, അപ്പോൾ അതിൽ ഒരു 7 എടുക്കുക, അതൊരു പകുതി എണ്ണം എടുക്കുക, അപ്പോൾ 7 എടുക്കുക. 3 × 7 21 ആണ് അതിൻ്റെ ആൻസർ വന്നിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. √225ൻ്റെ റൂട്ട്. അപ്പോൾ 225ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 4 തവണ, ബാക്കി 2, 5 5 9 3 3 3 1. അപ്പോൾ റൂട്ട് 5 × 5 × 3 × 3 വരും. അപ്പോൾ 2 5 ഉണ്ട്, അപ്പോൾ ഒരു 5 എടുക്കുക. 3 3 ഉണ്ട്, അപ്പോൾ ഒരു 3 എടുക്കുക. 5 × 3 50. അപ്പോൾ റൂട്ട് 225 എന്ന് പറയുന്നത് 15 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി, √7 × 7 × 7 × 7 × 2 × 2 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനത്തെ ഒരു ഇതാണ് കിട്ടിയതെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇവിടെ 4 7 ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 7 എടുക്കുക. ഇവിടെ 2 2 ഉണ്ട്, അപ്പോൾ ഒരു 2 എടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 49 × 2 ആയിരിക്കും. ഓക്കെ, 8 + 9 98 ആണ്. 98ൻ്റെ സ്ക്വയർ ആയിരിക്കും ഈ ഇത് എല്ലാം കൂടി ചെയ്ത് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സ്ക്വയർ റൂട്ട് എന്ന കൺസെപ്റ്റിൽ വരുന്നത്. അപ്പോൾ വലിയ ടഫൊന്നുമല്ല, ഇപ്പം തന്നെ ഒറ്റ സെക്കൻഡിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മളൊരു ജീവിയെ കാണിച്ചിരുന്നു. ആ ജീവിയുടെ പേര് ടാപ്പർ എന്നാണ്. ഇപ്പോൾ എക്സ്റ്റൻഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെഡ് ഡാറ്റ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ജീവി കൂടിയാണ് ടാപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൊരു അറിവിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ താങ്ക് യു.